മാലദ്വീപിലെ ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കാൻ വേഗത്തിലാക്കാൻ ധാരണയായെന്നാണ് മാലദ്വീപ് പറയുന്നത്. മാലദ്വീപ് ഭരണകൂടം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം പരസ്പരം സഹകരണം കൂട്ടുമെന്നും മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മാലദ്വീപ് ഇന്ത്യ ഉന്നതതല സമിതിയിൽ വിശാലമായ ചർച്ച നടന്നെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെപ്പറ്റി ചർച്ച നടത്തുകയുണ്ടായി. നിലവിലുള്ള സംയുക്ത വികസന പദ്ധതികൾ വേഗത്തിലാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പറയുന്നുണ്ട്. മാലദ്വീപിലെ ജനങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ വ്യോമസേനയുടെ സഹായം തുടരുമെന്നും ഇന്ത്യ പറയുന്നുണ്ട്. എന്നാൽ മാലദ്വീപ് വിദേശകാര്യ ഉദ്യോഗസ്ഥരും അവിടുത്തെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന ചർച്ചയിൽ സൈന്യത്തെ പിൻവലിക്കുന്നത് സംബന്ധിച്ച് മാലദ്വീപ് ആവശ്യം ഉന്നയിച്ചിരുന്നു. മാർച്ച് 15-നകം പിൻവലിക്കാനാണ് രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദുബായിൽ നടന്ന കാലാവസ്ഥാ ഉച്ചകോടിക്കിടെ നടന്ന ചർച്ചയിൽ സൈനിക സാന്നിധ്യം അവസാനിപ്പിക്കണമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചിരുന്നതാണ്. ഇതിന് പിന്നാലെ ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരുന്നു. എന്നാൽ മാലദ്വീപിൽ ഇന്ത്യൻ സൈന്യം പിൻവാങ്ങുന്നതോടെ കടുത്ത ദുരന്തമാണ് അവരെ കാത്തിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. കാരണം വിഘടനവാദ പ്രവർത്തനങ്ങൾക്കായി തക്കം പാർത്തിരിക്കുന്ന ചൈനയുടെ ഇടപെടൽ തുടർന്നും ശക്തമാകുമെന്നാണ് പറയുന്നത്. ചൈന സന്ദർശനത്തിന് ശേഷം മുയിസു മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് മാർച്ച് 15-നകം ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചത്. മാലദ്വീപിലെ മുൻ സർക്കാരുകളുടെ കാലത്താണ് ആരോഗ്യ ദുരന്ത നിവാരണ ആവശ്യങ്ങൾക്കായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യൻ സൈന്യത്തെ വിന്യസിച്ചത്. എന്നാൽ ചൈനയുമായി സൗഹൃദമുള്ള മുഹമ്മദ് മുയിസു രാഷ്ട്രത്തലവനായതോടെയാണ് സൈന്യത്തെ പിൻവലിക്കണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത്. എന്നാൽ മാലദ്വീപിൻ്റെ ഈ തീരുമാനത്തിനെതിരെ കടുത്ത എതിർപ്പാണ് മാലദ്വീപ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ജനങ്ങളെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള മന്ത്രിമാരുടെ പരാമർശത്തിനെതിരെ മാലദ്വീപിലെ ബിസിനസ് സമൂഹം ഒന്നടങ്കം രംഗത്തെത്തിയിട്ടുണ്ട്. ടൂറിസം രംഗത്തെ പ്രമുഖനായ യൂസഫ് റിഫാത്ത് മാലദ്വീപ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തു വരികയുണ്ടായി. മാലദ്വീപിലെ ടൂറിസം രംഗം ഇത്തരത്തിൽ വികസിക്കാൻ കാരണം ഇന്ത്യൻ സഞ്ചാരികളും സെലിബ്രിറ്റികളുമാണെന്നും അദ്ദേഹം അക്കാര്യം വിസ്മരിക്കരുതെന്നും പറയുകയുണ്ടായി. മാലദ്വീപിലെ ടൂറിസം മേഖലയിൽ ഇത്തരത്തിൽ വികസിക്കുന്നതിൽ ഇന്ത്യൻ സഞ്ചാരികൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇന്ത്യൻ സെലിബ്രിറ്റികളാണ് മാലദ്വീപ് ടൂറിസത്തിന് ശരിക്കും പ്രൊമോഷൻ നൽകിയത്. ഇത്തരത്തിലുള്ള നമ്മുടെ സുഹൃത്ത് രാഷ്ട്രത്തിലെ നേതാക്കൾക്കെതിരായ അധിക്ഷേപം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാണ് യൂസഫ് പറയുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ ഇന്ത്യ നിലപാട് കടുപ്പിക്കുകയും ചെയ്തിരുന്നു. മാലദ്വീപ് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ കടുത്ത അതൃപ്തി അറിയിച്ചത്. പിന്നാലെയായിരുന്നു സൈന്യത്തെ പിൻവലിക്കുന്നതടക്കമുള്ള നിർണായക ചർച്ചകളിലേക്ക് ഇരു രാജ്യങ്ങളും പോയത്. ഇതിനു പിന്നിൽ ചൈനയുടെ വ്യക്തമായ കരുനീക്കങ്ങൾ ഉണ്ടെന്നുള്ളതാണ് വിലയിരുത്തൽ.